സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി യാദൃശ്ചികമായിട്ട് ലാലിയെ കാണുകയാണ്. ദേവജി തന്ന ഫോട്ടോയിലെ ലേഡിയല്ലേ ഇതെന്ന് ഒരു സംശയം ആദ്യം കൺമണിക്ക് തോന്നുന്നുണ്ടെങ്കിലും പിന്നെ അവൾ അത് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് ദേവജിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മഹിയെ വിളിക്കുകയാണ് കേട്ടോ. തുടർന്ന് കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചെയ്യേ കൺമണി, ഞാൻ ദാ വരുന്നു, അവരെ എങ്ങോട്ടും പോകാൻ ഇടയാകാതെ തടഞ്ഞു വെക്കുന്നൊക്കെ മഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണിയോട്. പെട്ടെന്ന് എന്തോ തിരിഞ്ഞു നോക്കി ലാലി തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന കൺമണിയെ കാണുകയാണ് കേട്ടോ. കൺമണിയെ കണ്ട് എന്തുകൊണ്ടോ ലാലി ഞെട്ടിപ്പോകുന്നുണ്ട്. തൻ്റെ രഹസ്യങ്ങളൊക്കെ അവൾക്ക് അറിയാമെന്ന് വെച്ചിട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഷോക്കാവുന്നത്. അവൾ വേഗം തന്നെ ലാലിയെ കണ്ട ഭാവം നടിച്ച് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എന്തോ ആപത്തിൽ കൊണ്ട് ലാലി അവിടെ നിന്ന് മൂടുകയാണ്. കൺമണിയും പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ കൺമണി വളരെ പാടുവിട്ട് ലാലിയെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും മഹിയും എത്തിച്ചേരുന്നുണ്ട്. മഹിയും കൺമണിയും കൂടിയിട്ട് ദേവജിയുടെ അടുത്തേക്കാണ് ലാലിയെ കൊണ്ടുപോകുന്നത്. ദേവജി എന്തോ റിവോൾവറൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ലാലിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പേടിച്ചവർ സത്യം പറയാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് ദേവജി എന്തോ ചോദിച്ചപ്പോൾ ലാലി മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വരുന്ന ദേവജിയാണെങ്കിൽ നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിരട്ടാണ്. ഇത് കേട്ട് ആകെ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ ലാലി. തുടർന്ന് ദേവജിയോട് കൺമണി ഈ രഹസ്യങ്ങളൊക്കെ സാർ അറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ലാലിയെല്ലാം ദേവജിയോട് തുറന്ന് പറഞ്ഞിരിക്കണം, അതായിരിക്കും അങ്ങനെ പറയുന്നത്. രഹസ്യങ്ങൾ അങ്ങനെ കൃഷി അറിയരുത്, ഇത് നമ്മുടെ നെഞ്ചിൽ തന്നെ ഇരിക്കണം. രഹസ്യങ്ങൾ അറിയുകയല്ല, ഒരു ഭാരമെടുത്ത് നെഞ്ചിൽ കയറ്റുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ദേവജി. സാഗറിനോട് നമ്മൾ എങ്ങനെ ഇക്കാര്യം പറയും, ഇതറിഞ്ഞാൽ സാഗർ പിന്നെ ഉണ്ടാകൂ എന്നും പറയുന്നുണ്ട് കേട്ടോ ദേവജി. അതൊക്കെ കഴിഞ്ഞ് അലകിയിൽ വെച്ച് ആകെ ഡെസ്പായിട്ടിരിക്കുന്ന കൺമണിയുടെ അടുത്ത് വന്നിട്ട് കൃഷ്, എന്താ ഉണ്ടായത്, നീ അമ്പലത്തിൽ വെച്ച് വരുന്ന വഴിക്ക് ആകെ ക്ഷീണിച്ചു പോയല്ലോ, എന്താ ഉണ്ടായത്, നിനക്കൊരു ക്ഷീണം വന്നാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമില്ല, വേലൊക്കെ കൊണ്ടതിൻ്റെ ആവും എന്നൊക്കെ പറഞ്ഞ് ഒഴിമഞ്ഞു മാറുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്. എന്നാലും എൻ്റെ പെണ്ണ് ഞാൻ ആകെ പേടിച്ചുപോയി, ആ പേടിപ്പിച്ചതിന് നിനക്കൊരു പണിഷ്മെൻ്റ് ഉണ്ട്, മുത്തുകോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷി. ഇത് ചിരിയോടെ റൊമാൻറ്റിക് ആയിട്ട് കൃഷ്ണനെ കൺമണി ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.